പസഫിക്കിന്റെ തിരമാലകൾക്കിടയിൽ ചൈന നടത്തിയത് ഒരു സാധാരണ മിസൈൽ പരീക്ഷണമല്ല. അമേരിക്ക വർഷങ്ങളായി ആധിപത്യം പുലർത്തിയ സമുദ്ര തന്ത്രങ്ങൾക്ക് ചൈന നൽകിയ നിശബ്ദ മറുപടിയായിരുന്നു അത്. പസഫിക് സമുദ്രത്തിൽ ആണവശേഷിയുള്ള തന്ത്രപ്രധാന അന്തർവാഹിനിയിൽ നിന്നും ഒരു മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചതായും ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ഏഷ്യൻ മേഖലയിൽ സുരക്ഷാ ചർച്ചകൾ വീണ്ടും സജീവമാവുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തെ വെറുമൊരു ഭീഷണി എന്ന നിലയിൽ മാത്രം കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭാഗം മാത്രമാണ്. ചൈനയുടെ വാദമനുസരിച്ച്, അല്ലെങ്കിൽ ചൈന നിരത്തുന്ന വാദമനുസരിച്ച്, ഇത് പതിവ് സൈനിക പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. ഒരു ഡമ്മി പരിശീലന വാർഹെഡാണ് ഉപയോഗിച്ചതെന്ന് പരീക്ഷണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടത്തിയതെന്നും ചൈന വ്യക്തമാക്കുന്നു. ഇന്ന് ലോകത്തിലെ എല്ലാ പ്രധാന സൈനിക ശക്തികളും തങ്ങളുടെ പ്രതിരോധ ശേഷി കാലാനുസൃതമായി പരീക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു. അമേരിക്ക വർഷത്തിൽ നിരവധി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ ആണവ ശക്തികളും സമാന പരിശീലനങ്ങൾ പതിവായി സംഘടിപ്പിക്കാറുണ്ട്.